എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്ത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂൺ ബീൻസ്, ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷേ ഇത് വെന്തുടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടി 2 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യണം. ഈ ഉരുളക്കിഴങ്ങിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ആ റെഡിയാക്കി വെച്ചിരുന്ന വെജിറ്റബിളിൻ്റെ മിക്സ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കട്ട്ലറ്റിന് വേണ്ടുന്ന ഷേപ്പിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും ചെയ്തെടുക്കാം. ഇതൊരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിളിൻ്റെ മിക്സ് ഈ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. നമ്മൾ കട്ട്ലറ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചതെല്ലാം നമ്മളൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമ്മളിത് ഒന്നും കൂടി മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പ്രാവശ്യം ഈ കോട്ടിംഗ് ആവും. എന്നിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഇത് പൊട്ടിപ്പോകത്തുമില്ല, നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത്. 2 സൈഡിലും നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്